ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഭഗവാൻ ഉപദേശിച്ചു തന്ന ആ സാധനയിലൂടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സാധന തുടരേണ്ടതില്ല എന്ന് പറഞ്ഞു. അതേസമയം ആ സമയത്ത് ഒരാൾ ഗുരുതുല്യനായി തീരുന്നു, അല്ലെങ്കിൽ അവർ അനുഭവസ്ഥരായി തീരും. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ആ സന്തോഷം എന്താണ്, മനസ്സമാധാനം എന്താണെന്ന് അവർ അനുഭവത്തിൽ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കണമെന്നാണ് പറയുന്നത്. 15ാമത്തെ ശ്ലോകം. പുത്രാൻച ശിഷ്യാൻച നൃപോ ഗുരുഹു വാ മത് ലോകകാമോ മദനുഗ്രഹാർത്ഥഃ ഇത്തം വിമന്യുഹു അനുശിഷ്യാത് അതജ്ഞാൻ ന യോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജോ അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ. ആരാണോ മൽ ലോകകാമഃ, എൻ്റെ ലോകത്തെ സാലോക്യമുക്തിയെ ആഗ്രഹിക്കുന്നത്, മദനുഗ്രഹാർത്ഥഃ വാ, ഇനി എൻ്റെ അനുഗ്രഹം പരമപുരുഷാർത്ഥമായി കരുതുകയോ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരാൾ, അയാൾ ഒരു പിതാവാണെങ്കിൽ ഈ അറിഞ്ഞ തത്വങ്ങളെ, അറിഞ്ഞത് എന്ന് മാത്രമല്ല സ്വന്തം അനുഭവത്തിൽ വരുത്തിയ ആ തത്വങ്ങളെ, പുത്രാൻച, തൻ്റെ പുത്രന്മാരെയും, ഇനി ഒരു ഗുരുനാഥനായിട്ട് സന്യാസ ജീവിതം നയിക്കുന്നയാളാണെങ്കിൽ ഈ തത്വങ്ങൾ ശിഷ്യാൻച, ശിഷ്യന്മാരെയും, ഇനി ഒരു രാജാവ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ ആ രാജാവ് തൻ്റെ പ്രജകളെയും, വിമന്യുഹു സൻ, കോപം കൈവെടിഞ്ഞ് എന്ന് വെച്ചാൽ അത്രയും സമാധാനത്തോടുകൂടി ആ നല്ല മനസ്സോടുകൂടി, ഇത്തം, ഞാൻ ഈ പറഞ്ഞതൊക്കെ, അനുശിഷ്യാത്, അനുനയപൂർവം ഉപദേശിച്ചു കൊള്ളണം. അതായത് നമ്മൾ ആർക്കെങ്കിലും ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അത് ചെയ്യണം എന്ന് അവർക്ക് തോന്നത്തക്ക വിധത്തിൽ നമ്മൾ ആദ്യം ആചരിച്ച് കാണിക്കണം. അപ്പോൾ നമ്മുടെ ആചരണത്തിലൂടെ നമുക്ക് വന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. എന്നിട്ട് ഇതാ ഇങ്ങനെയൊക്കെ ആവാൻ, ഈ രീതിയിലൊക്കെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്കത് ശരിക്കും ബോധ്യമാവുകയും അതൊരു പ്രചോദനമായി തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തത്വം അറിഞ്ഞ ആളുകൾ, അതജ്ഞാൻ, അതുവരെ ആ തത്വം ഗ്രഹിക്കാത്തവരും, കർമ്മമൂഢാൻ, ഈ ലോകത്തിങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യുകയാണ് ജീവിത ലക്ഷ്യം എന്ന് ചിന്തിക്കുന്നവരെയും, കർമ്മസു, വീണ്ടും വീണ്ടും കർമ്മങ്ങളിൽ നയോജയേത്, യോജിപ്പിച്ചുകൂടാ, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഓരോ കർമ്മങ്ങളിൽ നമ്മൾ യോജിക്കുക എന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ ആ വാസന നമ്മുടെ ഉള്ളിൽ അങ്ങനെ അടിഞ്ഞുകൂടും. അങ്ങനെ ആരാണോ കാമ്യബുദ്ധിയാൽ, അതായത് എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് ഇന്നത് കിട്ടണം എന്ന ആഗ്രഹത്തോടെ മറ്റുള്ളവരെ കർമ്മം ചെയ്യാൻ യോജയൻ, പ്രേരിപ്പിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത്, നഷ്ടദൃശം, ദൃശം എന്നാൽ കണ്ണ്, കണ്ണിന്റെ കാഴ്ച നഷ്ടമായ ഒരു അന്ധനെ, ഗർത്തേ നിപാതയൻ, പടുകുഴിയിൽ ചാടിച്ചു വീഴ്ത്തുന്ന മനുജഹ, മനുഷ്യന് തുല്യനാണ്. അങ്ങനെയുള്ള അവൻ കം അർത്ഥം ലഭതേഹി, എന്ത് നേട്ടമാണ് അവന് ലഭിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ തത്വം മനസ്സിലാക്കണം. എന്നിട്ട് മക്കളെ, അതായത് നമ്മുടെ കൂടെയുള്ള ആരാണോ അവരെ ഈ തത്വം പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കണം.
ഈ ലോകത്ത് നിന്ന് ഒന്നും നേടാനില്ല, മറിച്ച് നമ്മൾ കൊണ്ടുവന്നത് കാലിയാക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അല്ലാതെ അവരെ വീണ്ടും വീണ്ടും നീ ഇന്നത് നേടണം, ഇവിടെ പ്രശസ്തിയും ധനവും ഇതൊക്കെ നേടണം, നീ നല്ല ഉയർച്ചയിലെത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത് അന്ധനെ കുഴിയിൽ ചാടിക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ഈ ലോക കാമനകളെ പടുകുഴിയിൽ, ഒരു അന്ധൻ പടുകുഴിയിൽ വീഴുന്നതിന് തുല്യമാണെന്ന് പറയാൻ കാരണം അടുത്ത 3 ശ്ലോകങ്ങളെ കൊണ്ടാണ് അത് പറയുന്നത്. 16-ാമത്തെ ശ്ലോകം. ലോകഃ സ്വയം ശ്രേയസി നഷ്ടദൃഷ്ടിഃ യഹ അർത്ഥാൻ നഷ്ടദൃഷ്ടിര്യോ അർത്ഥാൻ സമീഹേത നികാമകാമഃ അന്യോന്യവൈരഃ സുഖലേശഹേതോഃ അനന്തദുഃഖം ച ന വേദ മൂഢഃ. യഹ യാതൊരു മൂഢലോകഃ, അജ്ഞതാലോകം, അജ്ഞരായിട്ടുള്ളവർ ജീവിക്കുന്ന ഈ ലോകം, അവരെ സംബന്ധിച്ച് എന്തൊക്കെയോ ആയിത്തീരുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ നികാമകാമഃ, മേൽക്കുമേലെ വിഷയാശ കൊണ്ട് അങ്ങനെ ഈ ലോക ജീവിതത്തോടങ്ങ് ഒട്ടിപ്പോകുന്നു. അവർക്ക് ശ്രേയസി, യഥാർത്ഥ ശ്രേയസിൽ സ്വയം സ്വാഭാവികമായി നഷ്ടദൃഷ്ടി, കാഴ്ച നഷ്ടപ്പെടുന്നു, നല്ല ഒരു കാഴ്ചപ്പാട് അവർക്ക് ഇല്ലാതെ പോകുന്നു. അങ്ങനെ ഈ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് തന്നെ സുഖലേശഹേതോഹോ, അപ്പപ്പോൾ കിട്ടുന്ന സുഖങ്ങളെയൊക്കെ വലിയ സുഖമായി തെറ്റിദ്ധരിക്കുകയാണ്. കുട്ടികൾ ഉണ്ടായാൽ അതൊരു വലിയ സന്തോഷമായിട്ട് കരുതുന്നു. ജോലി കിട്ടിയാൽ, കല്യാണം കഴിഞ്ഞാൽ, ഇങ്ങനെ പലതും എന്തോ വലിയ കാര്യമാണെന്ന് അവർ ചിന്തിക്കുകയാണ്. എന്നാൽ പിന്നീട് നമുക്ക് പല രീതിയിലുള്ള ദുഃഖത്തെ തരുന്നതാണ് ഇതൊക്കെ തന്നെ. അന്യോന്യ വൈരഹ, തമ്മിൽ തമ്മിൽ വിരോധം വെച്ചുകൊണ്ട് അർത്ഥാൻ സമീഹത്തെ, ഈ കിട്ടിയ ലൗകിക സുഖങ്ങൾ നീണ്ടു നിൽക്കാൻ ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും വേദനിപ്പിക്കേണ്ടി വരുന്നു. എന്നാലും കുഴപ്പമില്ല, എനിക്ക് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം അനന്ത ദുഃഖം, ഈ അറ്റമില്ലാത്ത സംസാര ക്ലേശത്തെക്കുറിച്ച് ന വേദച്ച, അറിയാതെയും ഇരിക്കുന്നു. അപ്പോൾ കാഴ്ചപ്പാട്, യഥാർത്ഥ കാഴ്ചപ്പാട് ഇല്ല എങ്കിൽ എങ്ങനെയൊക്കെ പോയാലും അവർ ഈ ലോകത്തോട് ഒട്ടിത്തന്നെ കിടക്കും. എന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഉന്നതമായ ജോലി, അധികാരം, പ്രശംസ, പണം, പിന്നെ നല്ല കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ അതിലും അഹങ്കരിക്കും. എന്നാൽ അവരൊന്നും എല്ലാ കാലത്തും ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. നമ്മൾ ആശ്രയിക്കുന്നവരായിരിക്കും ആദ്യം പോവുക. അതുകൊണ്ട് ഈ സംസാരം ഒരു ദുഃഖക്കനിയാണ് എന്ന് ആരും അറിയുന്നില്ല. 17-ാമത്തെ ശ്ലോകം. കഹ തം സ്വയം തദഭിജ്ഞോ വിപശ്ചിത് അവിദ്യായാം അന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനഃ തം സഘൃണഃ കുബുദ്ധിം പ്രയോജയേത് ഉത്പഥകം യഥാ അന്ധം. സ്വയം തന്നെത്താൻ തദഭിജ്ഞഃ, ഈ സുഖഭോഗങ്ങൾ എനിക്ക് നിരന്തരം ദുഃഖത്തിന് ഹേതുവാണ് എന്ന് അറിഞ്ഞിരിക്കുന്ന, അങ്ങനെ അറിയുന്നയാൾ വിപശ്ചിത്, വിവേകിയാണ്. സഘൃണഃ, അങ്ങനെയുള്ളവർക്ക് അതറിയാതെ നടക്കുന്നവരെ കാണുമ്പോൾ ഒരു സഹതാപമാണ്. അതിലൊക്കെ എന്തോ വലിയ കാര്യമാണെന്നൊക്കെ വിചാരിച്ച് കൂവി വിളിച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. ഇവരൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാണ്? ഈ താൽക്കാലികമായ സുഖമാണ് ഏറ്റവും വലിയ സുഖമെന്ന് വിചാരിച്ച് അതൊക്കെ ആഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ കാണുമ്പോൾ ഒരു വിവേകിക്ക് അവരോട് സഹതാപമാണ്. അങ്ങനെ സഹതാപമുള്ള കഹ, ഏതൊരുവനാണ് ഇങ്ങനെ അവിദ്യായാം, അറിവില്ലായ്മയുടെ അന്തരേ, അകത്ത് വർത്തമാനം വർത്തിക്കുന്ന തം കുബുദ്ധിം, ആ ബുദ്ധി കെട്ടവനെ എന്ന് വെച്ചാൽ വേണ്ട ബുദ്ധിയില്ലാത്തവനെ,
ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യമെന്ന ആ വ്യവസായാത്മിക ബുദ്ധിയില്ലാത്തവനെ, അങ്ങനെയുള്ളവനെ ഈ വിവേകിക്ക് തോന്നുന്നത് ഉത്പഥകം, വഴിതെറ്റി നടക്കുന്ന അന്ധം യഥാ, ഒരു കുരുടനെ എന്നതുപോലെയാണ്. അപ്പോൾ സ്വാഭാവികമായും അവനെ സഹായിക്കണം, അവനെ നേർവഴി കാണിച്ചു കൊടുക്കണം എന്നേ വിവേകികൾ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള ഒരാളെ ദൃഷ്ട്വാ, കണ്ടിട്ട് പുനഃഹതം, വീണ്ടും അവനെ പ്രയോജയേത്, ഈ കർമ്മബന്ധത്തിലേക്ക് ആരെങ്കിലും തള്ളിവിടുമോ? അങ്ങനെ തള്ളിവിടുന്നുണ്ടെങ്കിൽ അവനും അജ്ഞാനിയാണ്. അതേസമയം വിവേകിയായിട്ടുള്ള ഒരാൾ പതുക്കെ പതുക്കെ ആണെങ്കിലും മറ്റുള്ളവർക്കൊരു വഴികാട്ടിയായിട്ട് എപ്പോഴും ഇരിക്കും. അതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. അപ്പോഴാണ് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും ഇങ്ങനെ സന്തോഷവാനായിരിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഒരാശങ്കയുമില്ലാതെ എങ്ങനെ ഇങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കാൻ സാധിക്കുന്നു, എങ്ങനെ ആനന്ദിച്ചിരിക്കാൻ സാധിക്കുന്നു എന്ന് അവരെ കൊണ്ട് ചോദിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഉപദേശം ആളുകൾ വിലവയ്ക്കുകയുള്ളൂ. ഇനി പറയുന്നു, യഥാർത്ഥ ഗുരു എന്നാൽ ഇതുപോലെ മറ്റുള്ളവരെ സദ്ഗതിയിലേക്ക് നയിക്കുന്നവരാണ്. അതുമാത്രമല്ല, ഒരു നല്ല അമ്മ, നല്ല അച്ഛൻ, നല്ല ബന്ധു എന്നൊക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങളിലുള്ള അറിവ് നേടി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ്. അല്ലാത്തവരൊന്നും ഈ സ്ഥാനത്തിന് അർഹരല്ല എന്ന് പോലും പറയുകയാണ്. 18ാമത്തെ ശ്ലോകം. ഗുരുഹു ന സഹ സ്യാത്, സ്വജനോ ന സഹ സ്യാത്, പിത ന സഹ സ്യാത്, ജനനി ന സാ സ്യാത്, ദൈവം ന തത് സ്യാത്, ന പതിഹി ച സഹ സ്യാത്, ന മോചയേത് യഹ സമുപേത മൃത്യും. യഹ, യാതൊരാൾ തൻ്റെ കൂടെയുള്ള സമുപേത മൃത്യും, ഈ സാംസാരികം എന്ന വിപത്തിൽ അകപ്പെട്ടിരിക്കുന്നവനെ ന മോചയേത്, മോചിപ്പിക്കാൻ ഒരു തരത്തിലും ശ്രമിക്കുന്നില്ലയോ, അങ്ങനെ ഒരാൾ ഗുരുഹു ന സ്യാത്, അവൻ ആചാര്യനേ അല്ല. ഇനി സഹ, ഒരാൾ സ്വയം ഇത് തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ ഈ രീതിയിൽ ഒന്ന് പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ സഹ സ്വജനഃ, ഒരാളുടെയും ബന്ധുവും നസ്യാത്, ആകുന്നതല്ല. ഇനി ഒരച്ഛൻ ഇതറിഞ്ഞിട്ട് മക്കളോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലെങ്കിൽ സഹ പിതാ നസ്യാത്, അവൻ അച്ഛനേ അല്ല. ഇനി യഥാർത്ഥ അമ്മ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ. ആദ്യം സ്വയം ആ അറിവ് നേടണം, അത് മക്കൾക്ക് പകർന്നു കൊടുക്കണം. അല്ലാത്ത സാ, അവൾ ജനനീ നസ്യാത്, അമ്മയും ആകുന്നതല്ല. അങ്ങനെ ആയാൽ മാത്രമേ നമ്മൾ മാതാ പിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇവരാരും തന്നെ ദൈവം നസ്യാത്, ദൈവമാകുന്നില്ല. വെറുതെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഹാരവും വസ്ത്രവും കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല ഒരച്ഛനും അമ്മയും ഗുരുവും ദൈവമാകുന്നത്. നല്ല രീതിയിൽ മക്കളെ വഴി നടത്തുമ്പോഴാണ്. അങ്ങനെ വഴി നടത്തണമെങ്കിൽ അവർക്കാ ബോധ്യം ആദ്യം ഉണ്ടാകണം. അല്ലാതെ നീ അവനേക്കാളും മാർക്ക് വാങ്ങണം, അവൻ നേടിയ ജോലിയേക്കാളും ഉയർന്ന ജോലി നേടണം, എങ്കിലേ സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകൂ എന്ന് പറഞ്ഞ് മക്കളെ മത്സരബുദ്ധി അടിച്ചേൽപ്പിക്കുന്ന, മക്കളിൽ അത് അടിച്ചേൽപ്പിക്കുന്ന അച്ഛനൊന്നും ഒരച്ഛനല്ല, അമ്മയല്ല, ഗുരുവല്ല. ഇവരൊന്നും ദൈവം എന്ന വാക്കിന് അർഹരല്ല. അതുപോലെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി ഭാര്യയ്ക്കാണ് അറിയാവുന്നതെങ്കിൽ അവർ തിരിച്ചും, അല്ലെങ്കിൽ സഹപതിച്ച നസ്യാത്, അവൻ നല്ലൊരു ഭർത്താവും അല്ല. 19ാമത്തെ ശ്ലോകത്തിൽ താൻ ഭഗവതംശം തന്നെയാണ് എന്നൊരു സൂചന കൊടുക്കുകയാണ്. ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം
യത്ര ധർമ്മഃ പൃഷ്ഠേ കൃതോ മേ യത് അധർമ്മഃ ആരാത് അതോ ആരാദതോ ഹി മാം ഋഷഭം പ്രാഹുഃ ആര്യാഃ പ്രാഹുരാര്യാഃ. മമ ഇദം ശരീരം, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ മനുഷ്യ ശരീരം ദുർവിഭാഗം, എന്തിനാണെന്നോ അതിൻ്റെ മഹത്വം എന്താണെന്നോ ആർക്കും ചിന്തിച്ചറിയാൻ സാധ്യമല്ലാത്തതാണ്. മേ ഹൃദയം, എൻ്റെ മനസ്സ് സത്വം ഹി, പൂർണ്ണ സത്വമയമാണ്. യത്ര, യാതൊന്നിൽ ധർമ്മഃ, ധർമ്മം മാത്രമേ ഉള്ളൂ. യത്, എന്തെന്നാൽ മേ, എന്നാൽ അധർമ്മഃ, അധർമ്മം എന്നത് ആരാത്ത്, അകലേക്ക്, പൃഷ്ഠേ കൃതഃ, പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. അതഃ ഹി, ഈ കാരണം കൊണ്ട് അര്യാഹ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷിമാർ മാം, എന്നെ ഋഷഭം, അതിശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്ന ഋഷഭൻ എന്ന വാക്കുകൊണ്ട് പ്രാഹുഹു, എന്നെ വിളിച്ചു വരുന്നു. അധർമ്മം എന്നൊന്ന് എൻ്റെ മനസ്സിൽ തീരെയില്ല. കാരണം രജോ ഗുണവും തമോ ഗുണവും എൻ്റെ മനസ്സിനെ ബാധിക്കുന്നതേയില്ല. പൂർണ്ണ സത്വമയമാണ് എൻ്റെ മനസ്സ്. അങ്ങനെ ശ്രേഷ്ഠനായതിനാലാണ് എന്നെ ഋഷഭദേവൻ എന്നെല്ലാവരും വിളിക്കുന്നത്. ഇനി മക്കൾക്കിടയിലുള്ള ആ സാഹോദര്യം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അതങ്ങനെ തന്നെ നിലനിർത്താനായിട്ടുള്ള ഉപദേശമാണ് 20ാമത്തെ ശ്ലോകം. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാഃ സർവേ മഹീയാംസം അമും സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. ഇങ്ങനെ ശ്രേഷ്ഠനാണെന്ന് ഋഷിമാരാൽ വാഴ്ത്തപ്പെട്ട എന്നിൽ നിന്നും, തസ്മാത്, ആകയാൽ, ഹൃദയേന, എൻ്റെ മനസ്സുകൊണ്ട്, ജാതാഹ, പിറവിയെടുത്ത, മനസ്സുകൊണ്ട് എന്നാൽ എൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് നിങ്ങൾ എനിക്ക് മക്കളായി പിറന്നത്. അതുകൊണ്ട് തന്നെ ഭവന്തഃ സർവേ, നിങ്ങളെല്ലാവരും, മഹീയാംസാം, നിങ്ങളിൽ മഹിമ കൂടിയവനും, സനാഭം, ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള, അമും ഭരതം, ഈ ഭരതനെ, അക്ലിഷ്ടബുദ്ധിയാ, വിമത്സരബുദ്ധിയോടെ, അതായത് മത്സരബുദ്ധി ഒന്നും പാടില്ല, അത്രയും സ്നേഹത്തോടെ, ഭജധ്വം, അനുസരിച്ചുകൊള്ളണം. തത്, അങ്ങനെ അനുസരിക്കുന്നത്, ശുശ്രൂഷണം, എന്നെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ പ്രജാനാം ഭരണം, പ്രജകളുടെ പരിപാലനവും ആകുന്നു. ഭരതനാണ് രാജ്യം ഭരിക്കുകയെങ്കിലും നിങ്ങൾ ഭരതനെ അനുസരിക്കുന്നതിലൂടെ നിങ്ങളും ആ പ്രജകളെ പരിപാലിക്കുന്നവരായി തീരുന്നതാണ്. അതിനേക്കാളും അപ്പുറം ജ്യേഷ്ഠ സഹോദരൻ എന്ന് വെച്ചാൽ പിതാവ് തന്നെയാണ്. അങ്ങനെ പിതാവിനെ അനുസരിക്കുന്നത് പോലെ നിങ്ങൾ ഭരതനെ അനുസരിക്കണം. ഇനി യഥാർത്ഥ ബ്രാഹ്മണരെ പൂജിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനായി ആദ്യം ഒന്നിൽ നിന്ന് മറ്റൊന്ന് ശ്രേഷ്ഠമാണ് എന്ന രീതിയിൽ പറയുന്നു. 21ാമത്തെ ശ്ലോകം. ഭൂതേഷു വീരുദ്ഭ്യ ഉദുത്തമ യേ സരീസൃപാഃ തേഷു സബോധനിഷ്ഠാഃ തതോ മനുഷ്യാഃ പ്രമഥാഃ തതഃ അപി പ്രമഥാസ്തതോപി ഗന്ധർവസിദ്ധാഃ വിബുധ അനുഗാഃ യേ. ഭൂതേഷു, ഈ പ്രപഞ്ചത്തിലുള്ള സചേതനവും അചേതനവുമായ സൃഷ്ടികളിൽ വച്ച് വൃക്ഷലതാദികളാണ് ഉദുത്തമാഃ, ഉത്തമങ്ങളായിരിക്കുന്നത്. എന്നാൽ വിരുദ്ഭ്യഃ, ഈ വൃക്ഷലതാദികളെയും അപേക്ഷിച്ച് സരീസൃപാഃ, ഇഴജീവികൾ ഉത്തമങ്ങളാകുന്നു. അത് നമ്മൾ ചേർക്കേണ്ടതാണ്. ഉദുത്തമാഹ എന്ന് നമ്മൾ ഓരോ സ്ഥലത്തും ചേർക്കണം. അപ്പോൾ വൃക്ഷലതാദികളെക്കാളും ഇഴജീവികൾ ശ്രേഷ്ഠമാകുന്നു. തേഷു, അങ്ങനെയുള്ള ജംഗമ പ്രാണികൾ, ചലിക്കുന്ന പ്രാണികളിൽ വച്ച്, തേഷു
സബോധനിഷ്ഠാഹ. സബോധ അവസ്ഥയുള്ള പക്ഷിമൃഗാദികൾ ഈ ഇഴജന്തുക്കളെക്കാളും ഉത്തമങ്ങളാണ്. എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്രകൃതിയുമായി കൂടുതൽ ബന്ധമുള്ള പക്ഷിമൃഗാദികൾ അവയേക്കാൾ ഉത്തമമാണ്. ഇനി തതഹ, ആ സബോധ ജീവികളിൽ വെച്ച് മനുഷ്യാഹ, മനുഷ്യരും തതഹ അപി, അവരെക്കാളും പ്രമഥാഹ, ശിവന്റെ ഭൂതഗണങ്ങൾ ഈ മനുഷ്യരെക്കാളും ശ്രേഷ്ഠമാകുന്നു. അവരെക്കാളും ശ്രേഷ്ഠരാണ് ഗന്ധർവസിദ്ധാഹ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ. അതുപോലെ വിബുധ അനുഗാഹ, ദേവന്മാരുടെ അനുചരന്മാരായ കിന്നരാദികൾ. ഇങ്ങനെ യാവ ചിലരുണ്ടോ യേ, അവരൊക്കെ തന്നെ യഥാക്രമം ഒരു കൂട്ടർ മറ്റു കൂട്ടരെക്കാളും മറ്റൊരു കൂട്ടരെക്കാളും ശ്രേഷ്ഠരാണ്. ഇനി 22-ാമത്തെ ശ്ലോകം. ദേവ അസുരേഭ്യഃ മഖവത് പ്രധാനാഃ ദക്ഷാദയോ ബ്രഹ്മസുതാഃ തു തേഷാം ഭവഃ പരഃ സഹ അധ സ്വോധ വിരിഞ്ച വീര്യഃ സഹ മത്പരഃ അഹം ദ്വിജദേവദേവഃ. ഇനി ആ കിന്നരാദികളെക്കാളും അസുരന്മാർ ഉത്തമന്മാരാണ് എന്ന് പറയുന്നു. ഇനി അസുരേഭ്യഃ, അസുരന്മാരെക്കാളും മഖവത് പ്രധാനാഹ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ശ്രേഷ്ഠരാകുന്നു. ഇനി ആ ഇന്ദ്രനേക്കാളും ബ്രഹ്മസുതാഹ, ബ്രഹ്മപുത്രന്മാരായ ദക്ഷാദയഃ, ദക്ഷപ്രജാപതിമാർ ശ്രേഷ്ഠരാകുന്നു. തേഷാം തു, അവരിൽ വച്ച് ഭവഃ പരഃ, ശ്രീരുദ്രൻ ശ്രേഷ്ഠനാണ്. സഹ അധ, ആ ശ്രീരുദ്രനാകട്ടെ വിരിഞ്ച വീര്യഃ, ബ്രഹ്മാവാകുന്ന കാരണശക്തിയോടു കൂടിയ ആളാകുന്നു. അതായത് ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടായത് എന്നതിനാൽ ശ്രീരുദ്രനേക്കാളും ശ്രേഷ്ഠനാകുന്നു ബ്രഹ്മാവ്. ഇനി ആ ബ്രഹ്മാവാകട്ടെ മത്പരഃ, ഈ ഞാൻ പരനായിട്ടുള്ളവൻ, പ്രധാനനായിട്ടുള്ളവൻ എന്ന് വെച്ചാൽ ആ ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനാകുന്നു ശ്രീഹരിയായിരിക്കുന്ന ഈ ഞാൻ. ഇനി ഞാനാകട്ടെ അഹം ദ്വിജദേവദേവഃ, മഹാബ്രാഹ്മണന്മാരെ ദേവദേവനായിട്ട് ആരാധിക്കുന്നവനും ആകുന്നു. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്നത് ബ്രാഹ്മണന്മാരാണ്. 23-ാമത്തെ ശ്ലോകം. ന ബ്രാഹ്മണൈഃ തുലയേ ഭൂതം അന്യത് പശ്യാമി വിപ്രാഹ കിം അതഃ പരം തു യസ്മിൻ നൃഭിഃ പ്രഹുതം ശ്രദ്ധയാ അഹം അശ്നാമി, ശ്രദ്ധയാഹമശ്നാമി കാമം ന തഥാ അഗ്നിഹോത്രേ. ഇവിടെ തൻ്റെ മക്കളുമുണ്ട്, ഒപ്പം തന്നെ കുറെ ബ്രാഹ്മണന്മാരുമുണ്ട്. അപ്പോൾ അവരെ തന്നെ വിളിക്കുന്നു, ഹെ വിപ്രാഹ, ബ്രാഹ്മണരെ. ബ്രാഹ്മണൈഹി, ബ്രാഹ്മണരോട് അന്യത് ഭൂതം, മറ്റൊന്നിനെയും ന തുലയേ, ഞാൻ താരതമ്യപ്പെടുത്തുന്നില്ല. തു അതഃ, അതുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണരിലും പരം, അധികമായിട്ട് കിം പശ്യാമി, എന്ത് കാണുവാനാണ്? കാരണം യസ്മിൻ, യാതൊരു ബ്രാഹ്മണനിൽ നൃഭിഹി, മനുഷ്യരാൽ ശ്രദ്ധയാ പ്രഹുതം, ശ്രദ്ധയോടെ അർപ്പിക്കപ്പെട്ടതിനെ, അതായത് ആരാണോ ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത്, ശ്രദ്ധയോടെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നത്, അതിനെ അഹം, ഈ ഞാൻ, അതായത് ശ്രീഹരി തന്നെ ആയിരിക്കുന്ന ഞാൻ, കാമം അശ്നാമി, യഥേഷ്ടം അനുഭവിക്കുന്നു. അങ്ങനെ ബ്രാഹ്മണരെ പൂജിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാകുന്നത് ഈ ഞാൻ തന്നെയാണ്. അത്ര പോലും അഗ്നിഹോത്രേ, അഗ്നിഹോത്രത്തിൽ ആഹുതി ചെയ്യപ്പെട്ട ഹവിസിനെ തഥാന, ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ, അത്ര പോലും എന്ന് വെച്ചാൽ അത് അനുഭവിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. യജ്ഞത്തിൽ അഗ്നിയിൽ ആഹുതി ചെയ്യുന്ന ഹവിസിനെ യജ്ഞപതിയായ ഭഗവാൻ തന്നെയാണ് അത് സ്വീകരിക്കുന്നത്. എങ്കിലും പറയുകയാണ്,
അതിനേക്കാളേറെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് ഒരു യഥാർത്ഥ ബ്രാഹ്മണനെ നിങ്ങൾ സേവിക്കുമ്പോഴാണ്, ആ ആൾക്ക് ദാനമായിട്ട് ഭക്ഷണമോ മറ്റോ കൊടുക്കുമ്പോഴാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചോദ്യമുണ്ടാകും, ഏത് ബ്രാഹ്മണൻ? പൂണൂലിട്ട ഒരു കുലം എന്ന രീതിയിൽ പറയുന്ന ബ്രാഹ്മണരെയാണോ? അല്ല. ബ്രാഹ്മണൻ എന്ന വാക്കിന് ആരാണോ യഥാർത്ഥത്തിൽ അർത്ഥവാനായിത്തീരുന്നത് ആ ബ്രാഹ്മണൻ. അതാണ് 24-ാമത്തെ ശ്ലോകം. ബ്രാഹ്മണന്റെ ലക്ഷണമാണ് പറയുന്നത്. ധൃത തനൂഹു ഉഷതി മേ പുരാണി യേന ഇഹ സത്വം പരമം പവിത്രം ശമോ ദമഃ സത്യം അനുഗ്രഹഃ ച തപഃ തിതിക്ഷ അനുഭവഃ ച യത്ര. മേ എൻ്റെ, ശ്രീഹരിയായിരിക്കുന്ന എൻ്റെ, ഉഷതി ശ്രേഷ്ഠവും പുരാണി സനാതനവും ആയിട്ടുള്ള എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന തനൂഹു വേദമാകുന്ന സ്വരൂപം തന്നെയായിരിക്കുന്ന ബ്രാഹ്മണർ. വേദത്തിൽ എങ്ങനെ ജീവിക്കുന്നയാളാണോ ശ്രേഷ്ഠനായിരിക്കുന്നത് എന്ന് പറയുന്നത്, അത് ജീവിതത്തിൽ പകർത്തിയിട്ട് ഇഹ യേന ഈ ലോകത്തിൽ ആരാണോ ആ വേദസ്വരൂപം തന്നെ തങ്ങളാൽ ധൃത ധരിക്കപ്പെട്ടിരിക്കുന്നത്, ഇനി യാതൊരു ബ്രാഹ്മണനിൽ ഏതൊരു മനുഷ്യനിലാണോ യത്രച പരമം പവിത്രം അത്യധികം പരിശുദ്ധമായ സത്വം, സത്വഗുണമുള്ളത്, അങ്ങനെ സത്വഗുണം ഉള്ളതുകൊണ്ട് തന്നെ ശമഹ മനസ്സിന് അടക്കം വന്നിട്ട് അങ്ങനെ എല്ലായ്പ്പോഴും മനഃശാന്തി അനുഭവിക്കുന്നത്, ദമഹ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതെ അനാവശ്യമായ ഭാഷണമില്ലാതെ, ഇനി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ സത്യം സത്യം മാത്രം പറയുന്നവൻ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന വാക്കുകൾക്കൊരു ശക്തി ഉണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹത്തെ കൊടുക്കാനുള്ള ശക്തിയുള്ളവനാണ് ബ്രാഹ്മണൻ. അവർ പറയുന്ന അനുഗ്രഹം, നിങ്ങൾ ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിത്തീരും. അങ്ങനെയുള്ള ബ്രാഹ്മണൻ, ആ ആൾ എപ്പോഴും തപസ് ശീലമാക്കിയിരിക്കുന്ന ആളായിരിക്കും. തിതിക്ഷ സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കുന്ന ശീലമുള്ളവൻ. അനുഭവഃ ച ഈശ്വരൻ എന്ന സത്യത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഇങ്ങനെയുള്ള 8 ഗുണങ്ങളും ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ ബ്രാഹ്മണനേക്കാളും ശ്രേഷ്ഠനായിട്ട് ഈ ഭൂമിയിൽ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് അങ്ങനെയുള്ള ബ്രാഹ്മണരെ പൂജിക്കുന്നത് എന്നെ പൂജിക്കുന്നതിന് തുല്യമാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.